Hi friends, welcome to Aarav World. ഇന്നത്തെ വീഡിയോ ഒരു ടെക് വ്ലോഗ് ആണ്. ലിനോവോയുടെ IdeaPad സീരീസിൽ വരുന്ന IdeaPad Slim 3 അൺബോക്സിംഗ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ലിനോവോയുടെ IdeaPad 3 സീരീസിലുള്ള ലാപ്ടോപ്പാണ്. ബോക്സിൻ്റെ ഔട്ടർ വ്യൂ നമുക്കൊന്ന് നോക്കാം. ഇതിൽ ലിനോവോയുടെ ഒരു ബ്രാൻഡിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇൻസൈഡ് ബോക്സ് നമുക്ക് വരുന്നത് നമ്മുടെ പ്രോഡക്റ്റും ഒരു പവർ അഡാപ്റ്ററും കുറച്ച് യൂസർ മാനുവൽസാണ് വരുന്നത്. ഇത് നമുക്ക് പ്രോഡക്റ്റ് ഒന്ന് അൺറാപ്പ് ചെയ്ത് നോക്കാം. ഇതൊരു ഗ്രാഫൈറ്റ് ഗ്രേ ടൈപ്പ് കളറാണ് ഈ ലാപ്ടോപ്പിൻ്റെ വരുന്നത്. പിന്നെ കുറച്ച് യൂസർ മാനുവൽസും പിന്നെ അടുത്തായിട്ട് വരുന്നത് ഒരു ചാർജിങ് അഡാപ്റ്ററാണ്. ചാർജിങ് അഡാപ്റ്റർ ടൈപ്പ് സി ചാർജിങ് അഡാപ്റ്ററല്ല, നോർമൽ പിൻ അഡാപ്റ്ററാണ് ഇതിനകത്തൂടെ വരുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് 20 വാട്ട്സിൻ്റെ ഔട്ട്പുട്ട് വരുന്ന ഒരു 3.5 ആംപിയറിൻ്റെ നോർമൽ അഡാപ്റ്ററാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് പ്രോഡക്റ്റിൻ്റെ ഒരു ഓവർവ്യൂ നോക്കിയിട്ട് വരാം. രണ്ട് സൈഡിലും പ്രോട്ടം നല്ലൊരു സ്ലീക്ക് ലുക്കിലുള്ള ഒരു ഗ്രാഫൈറ്റ് ഗ്രേ ടൈപ്പ് ലാപ്ടോപ്പാണ് ഇതിനകത്ത് വരുന്നത്. കാണുമ്പോൾ നല്ലൊരു സ്ലീക്ക് ലുക്ക് തന്നെയാണ് ഇതിനുള്ളത്. ലൈറ്റ് വെയ്റ്റും ആണ് ലാപ്ടോപ്പ്. പോർട്സിൻ്റെ ഓവർവ്യൂവിലേക്ക് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇതിൽ ഈ പറഞ്ഞ പോലെ SD കാർഡ് സ്ലോട്ടും USB-A ടൈപ്പും USB-C ടൈപ്പ് ചാർജിങ് പോർട്സും വരുന്നുണ്ട്. കൂടാതെ തന്നെ ഹെഡ്ഫോൺ മൈക്ക് കോംബോ പോർട്സും പവർ ഇൻപുട്ട് പോർട്സുമാണ് ഇതിനകത്ത് വരുന്നത്. ഇതിൽ വരുന്നത് i5 11th ജനറേഷൻ പ്രോസസ്സർ വിത്ത് ഐറിസിൻ്റെ ഡിസ്പ്ലേ ആണ്, ഇൻറ്റിഗ്രേറ്റഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ 8GB DDR4 RAM 512GB NVMe ഹാർഡ് ഡിസ്കുമാണ് ഇതിനകത്ത് വരുന്നത്. ഇനി ടോപ്പ് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് പവർ ബട്ടൺ കാണാൻ കഴിയും. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഹിഞ്ചസ് വരുന്നത് ലോങ് ഹാൻഡിൽ ഹിഞ്ചസ് ആണ്. ലോങ് ഹാൻഡിൽ ഹിഞ്ചസ് ആയതുകൊണ്ട് തന്നെയാണ് നമുക്കിതൊരു വൺ ഹാൻഡ് ഓപ്പറേഷന് പറ്റുന്ന രീതിയിലല്ല ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കെപ്പോഴും ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ അതിനനുസരിച്ച് ടോപ്പും ബോട്ടും ഒരുമിച്ച് പ്രസ് ചെയ്ത് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടി വരും. അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബ്രസിൽസ് 2 സൈഡ് നാരോ ബ്രസിൽസാണ് വരുന്നത്. ടോപ്പും ബോട്ടവും ഈ പറഞ്ഞ പോലെ നാരോ ബ്രസിൽസ് അല്ല. ടോപ്പ് സെൻറ്ററായിട്ടാണ് ഇതിൻ്റെ ഒരു വെബ്ക്യാം കൊടുത്തിരിക്കുന്നത്. വെബ്ക്യാം വിത്ത് പ്രൈവസി ഷട്ടർ ബട്ടണാണ് ഇതിനകത്ത് വരുന്നത്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ടോപ്പ് സെൻറ്ററായിട്ടാണ് അതിൻ്റെ വെബ്ക്യാം വരുന്നത്. അതിൽ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് റാപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് പീൽ ഓഫ് ചെയ്ത് നോക്കാം. പിന്നെ ക്യാമറയുടെ ഓവർവ്യൂ വരികയാണെങ്കിൽ ഇതിൽ വരുന്നത് നോർമൽ ഒരു ക്യാമറയാണ് വരുന്നത്.
പിന്നെ വരുന്ന ഒരു പ്രൈവസി ഷട്ടർ ബട്ടണുണ്ട്. അത് ലെഫ്റ്റും റൈറ്റും സ്ക്രോൾ ചെയ്യുന്നതനുസരിച്ച് ഇത് ഓണും ഓഫും ആകുന്നതാണ്. ഓഫ് കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് റെഡ് ഇൻഡിക്കേഷൻ ആ ക്യാമറയുടെ സ്പോട്ടിൽ കാണിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് 2 MP ഒരു ക്യാമറയാണ് വരുന്നത്. ഇനി നമ്മൾ പ്രോഡക്റ്റിൽ നോക്കുമ്പോൾ ഒരു എന്താ പറയുക, വാറൻറ്റി എക്സ്റ്റൻഷന് വേണ്ടിയുള്ളൊരു ലീഫ്ലെറ്റ് അതിനകത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ലിനോവയുടെ സൈറ്റിലോ അല്ലെങ്കിൽ ലിനോവയുടെ ആപ്ലിക്കേഷൻ നമുക്ക് ബൂട്ടപ്പ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ്. അതിനകത്ത് വഴി തന്നെ നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇത് ഇൻബിൽഡായിട്ട് 2 ഇയർ ആണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ 3 ഇയറിലേക്ക് 4ലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഇനി നമുക്കിതൊന്ന് സ്റ്റാർട്ടപ്പ് ചെയ്ത് നോക്കാം. ഇൻസ്റ്റൽ സ്റ്റാർട്ടപ്പ് ചെയ്ത് നോക്കാം. സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതിന് ആദ്യം നമ്മൾ പവർ അഡാപ്റ്റർ കണക്ട് ചെയ്യുക. എല്ലാ ലാപ്ടോപ്സും വരുന്നത് ബാറ്ററി ട്രെയിൻ ചെയ്ത് വരുന്നതുകൊണ്ട് നമുക്ക് ഇതെന്ത് പറയാം, ആദ്യം ഇനിഷ്യലി നമുക്ക് ചാർജ് ചെയ്യേണ്ടതാണ്. ചാർജ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ഓറഞ്ച് LED ആണ് ആദ്യം ബ്ലിങ്ക് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ബാറ്ററി ചാർജ് ഇല്ല എന്നുള്ള ഇൻഡിക്കേഷൻ. അത് ഫുൾ ആകുമ്പോൾ വൈറ്റിലോട്ട് അത് മാറുകയും ചെയ്യും. പവർ ഓൺ ചെയ്യുമ്പോൾ ഇനിഷ്യൽ ബൂട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനകത്ത് വരുന്നത് ബാക്ക്ലൈറ്റ് കീബോർഡാണ് വരുന്നത്. അപ്പോൾ അത് സ്റ്റാർട്ടപ്പ് ആവും. ഓക്കെ. പിന്നെ ഇതിനകത്ത് വരുന്ന ബാക്ക്ലൈറ്റ് കീബോർഡിൻ്റെ ഇതൊരു ഫങ്ഷൻ കീ വെച്ച് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതിലേക്ക് നമുക്ക് വരാം. ഡിവൈസ് ഇനിഷ്യൽ ബൂട്ടപ്പ് ചെയ്യുകയാണ്. ഇതിൽ വരുന്നത് പ്രീ ബിൽഡായിട്ടുള്ള വിൻഡോസ് 11 ആണ് വരുന്നത്. കൂടാതെ തന്നെ ഓഫീസ് സ്റ്റുഡൻസ് എഡിഷനും ഇതിനകത്ത് ഇൻബിൽഡായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വിൻഡോസ് 11 ബൂട്ടപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ബാക്ക്ലൈറ്റ് കീബോർഡിൻ്റെ ഒരു ഫംഗ്ഷനാണ്. ബാക്ക്ലൈറ്റ് കീബോർഡ് ഫംഗ്ഷൻ കീയും സ്പേസ് ബാറും കൂടെ നമുക്കൊരു കോമ്പിനേഷനിൽ പ്രസ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ ബാക്ക്ലൈറ്റ് കീബോർഡ് ഓണും ഓഫും പിന്നെ അതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും കഴിയും. ഈ ഫംഗ്ഷൻ കീയും സ്പേസ് ബാറും ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുമ്പം നമ്മുടെ ബാക്ക്ലൈറ്റ് ഓൺ ആവുകയും നെക്സ്റ്റ് പ്രസ്സിൽ അതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് കൂടുകയും അടുത്ത പ്രസ്സിൽ അത് ഓഫ് ആവുകയും ചെയ്യും. ഓക്കെ, ഈ കോമ്പിനേഷൻ ഉപയോഗിച്ച് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്നത് മൾട്ടിമീഡിയ കീബോർഡാണ്. അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ കീ പ്ലസ് F1 to F12 കീ നമുക്ക് മൾട്ടിമീഡിയ കീബോർഡായിട്ട് യൂസ് ചെയ്യാം. അതായത് നമുക്ക് ഒരുപാട് മൾട്ടിമീഡിയ ഫങ്ഷൻസ് ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേയുടെ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്നത് 15.6 ഫുൾ HD IPS ഡിസ്പ്ലേ ആണ് വരുന്നത്. കൂടാതെ തന്നെ ഇതിനകത്ത് ആൻറ്റിഗ്ലെയർ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ വ്യൂ ആംഗിൾസ് ഒന്നും നമുക്കൊരു പ്രോബ്ലം കാണത്തില്ല. നോർമൽ ഒരു പർപ്പസിന് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് 15.6 എന്ന് പറയുമ്പോൾ 39.6 സെൻറ്റിമീറ്ററിലുള്ള ഡിസ്പ്ലേ ആണ്, ആൻറ്റിഗ്ലെയർ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറക്കാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അടുത്തായി നമുക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നോക്കാം. ഒരു ഡ്യുവൽ സ്പീക്കർ സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഡോൾബി ഡിജിറ്റൽ ഡ്യുവൽ സ്പീക്കർ സിസ്റ്റമാണ് വരുന്നത്. അതുകൊണ്ട് നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.